നമ്മൾ കൂട്ട് എന്ന് പറയൂലേ, നല്ല കൂട്ട്, ചീത്ത കൂട്ട് എന്നൊക്കെ പറയൂലേ അല്ലേ? ഈ കൂട്ട് എന്നുള്ള വാക്ക് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. സൗഹൃദത്തിന് മാത്രമല്ല ഉപയോഗിക്കുക അല്ലേ, റെസിപ്പിക്കും അതാണ് ഉപയോഗിക്കുക. ഭക്ഷണക്കൂട്ട്. നല്ല ചങ്ങാതിമാർ ശരിക്കും ഭക്ഷണം പോലെയാണ്, നമുക്ക് മതിയാവൂല. രാവിലെ എത്ര ഭക്ഷണം കഴിച്ചാലും ഉച്ചയാകുമ്പോഴേക്ക് പിന്നെയും വിശക്കുന്നത് കണ്ടിട്ടില്ലേ? നമുക്ക് മതിയാവില്ല. അത് എപ്പോഴും ആവശ്യമാണത്, മരുന്ന് പോലെയല്ല. നല്ല ചങ്ങാതി നല്ല അന്നമാണ്, നമ്മളെ ഇങ്ങനെ ജീവിപ്പിക്കുന്നൊരു ഘടകമാണ് നല്ല ചങ്ങാതി. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം ഏറ്റവും നല്ല സൗഹൃദം സമ്മാനിക്കലാണ്. അത് ഏതൊരു ബന്ധം നിങ്ങൾ എടുത്തു നോക്കൂ, സൗഹൃദം കലർന്നിട്ടുണ്ടോ ആ ബന്ധം മനോഹരമായിരിക്കും. ബാലചന്ദ്രൻ ചുള്ളിക്കാടുണ്ടല്ലോ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി. അദ്ദേഹമായിട്ട് മനോരമ ന്യൂസിൽ ജോണി ലൂക്കോസ് നടത്തിയിട്ടുള്ളൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിജയലക്ഷ്മി എന്നൊരു കവിയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴൊക്കെയും അവരെ കുറിച്ച് പറയുന്നത് എൻ്റെ സുഹൃത്ത് എന്നാണ്. വിജയലക്ഷ്മി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാര്യയാണ്. മഹാരാജാസിൽ നിന്ന് മുട്ടിട്ട മനോഹരമായൊരു സൗഹൃദമാണ് ഒന്നിച്ചുള്ള ജീവിതത്തിലേക്ക് തുഴഞ്ഞു പോയത്. വിജയലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോഴൊക്കെയും എൻ്റെ സുഹൃത്ത് എന്നാ പറയാ. അപ്പൊ ജോണി ലൂക്കോസ് ചോദിക്കുന്നുണ്ട്, ഭാര്യയെ സുഹൃത്ത് എന്നാണോ പറയുന്നത്? സാധാരണ അങ്ങനെ ആരും പറയാറില്ലല്ലോ. ചുള്ളിക്കാട് അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, ജോണി, സൗഹൃദമാണ് എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനം. ജോണി, സൗഹൃദമാണ് എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനം ആണ്. ഗോട്ട്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി തെറപ്പിസ്റ്റ് ഉണ്ട്. ആയിരക്കണക്കിന് ദമ്പതികളെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഗോട്ട്മാൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ധാരാളം. ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്, പ്രത്യേകിച്ചും കപ്പിള്. അദ്ദേഹം ഈ അടുത്ത് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലേറെയും വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് സൗഹൃദം കൊണ്ടുവരേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ്. കാരണം ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം അതാണ്, സൗഹൃദത്തിന് മാത്രമേ ആ ബന്ധത്തെ മനോഹരമാക്കി നിലനിർത്താൻ കഴിയുള്ളൂ. നമ്മളെ ചങ്ങാതിമാരെല്ലാം കൂടിയിട്ട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങാതിയുടെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞു വീണ് അതാകെ പൊട്ടി ചിതറി ആ ഹോട്ടലിലുള്ള മുഴുവൻ ആളുകളും നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ടേബിളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ഒരു സീനിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കാറുള്ളത്? നമ്മുടെ ചങ്ങാതിമാരാണ് ഇരിക്കുന്നത് ആ ടേബിളിൽ മുഴുവനും. ഒരാളുടെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞു വീഴുകയും ചെയ്ത് ഹോട്ടലുകളിലുള്ള മുഴുവൻ ആളുകളും നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു രംഗത്തെ എങ്ങനെയാണ് സമീപിക്കുക? കോമഡി ആയിട്ട് എടുക്കുക അല്ലേ? ഇതേ ഒരു അനുഭവം സ്വന്തം ഭാര്യയുടെ കൈ തട്ടിയിട്ടാണ് ആ ഗ്ലാസ് മറിഞ്ഞു വീണതെങ്കിലും ചിലപ്പോൾ ആ പാവം പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വരും. ഞാനും എൻ്റെ ചങ്ങാതിയും ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരെ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് അവൻ പറയുന്നത്, മൊബൈൽ മറന്നുപോയി, അല്ലെങ്കിൽ പേഴ്സ് മറന്നുപോയി എന്നൊക്കെ. നമ്മൾ എന്ത് ചെയ്യും? വണ്ടി തിരിക്കും. എന്നിട്ട് അവൻ എവിടെയാണോ അത് മറന്നു വെച്ചത് അവിടെ വരെ നമ്മൾ ക്ഷമയോടെ വണ്ടി തിരിച്ചോടിച്ചിട്ട് അവനത് എടുത്തു കൊണ്ടുവരുന്നത് വരെ കാത്തിരുന്ന് നമ്മൾ ഭംഗിയായി ആ യാത്ര തുടരും. സ്വന്തം ഭാര്യയാണെങ്കിലോ മുഖം കറുത്തിട്ടുണ്ടാവും. ഈ ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒന്ന് ഈ വൈവാഹിക ബന്ധത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സൗഹൃദം. സൗഹൃദമാണ് പരിഹാരം. പ്രണയിച്ച ആളുകളെന്നല്ല തമ്മിൽ വിവാഹം കഴിക്കേണ്ടത്, നല്ല സുഹൃത്തുക്കളാണ്. നല്ല പ്രണയങ്ങളൊന്നും വിവാഹത്തിലെത്തിയിട്ടില്ല. വിവാഹത്തിലെത്തിയ പ്രണയങ്ങളൊന്നും
അത്ര മനോഹരമായ കഥകളും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ നല്ല ചങ്ങാതിമാരാണ് ജീവിതത്തിൽ ഒന്നിച്ച് തുഴയാൻ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ആ ബന്ധത്തിനുണ്ടാകുന്നൊരു ഭംഗിയുണ്ട്. കാരണം ഈ ഒന്നിച്ച് രണ്ടാളുകൾ സഹവസിക്കുമ്പോൾ അവിടെ ഏറ്റവും മനോഹരമായി ആ സഹവാസത്തെ കാവ്യാത്മകമാക്കുന്നത് സൗഹൃദമാണ്. സൗഹൃദത്തോളം ലഹരി പകരുന്ന ഒരു അനുഭവമില്ല. അവിടെ നമ്മളാണ് ഉണ്ടാവുക, ഞാനും നീയൊന്നും ഉണ്ടാവില്ല, നമ്മളായിരിക്കും. ഈ നമ്മൾ എന്ന ഒരു ഭാവത്തിലേക്ക് മനുഷ്യനെ എങ്ങനെ കൂട്ടിയോജിപ്പിക്കുവാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ അത്രമേൽ ആവശ്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ, ഇന്ത്യയുടെ ഭരണഘടനയിലെ ഒന്നാമത്തെ വാക്കതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ പ്രൊണൗണാണ്, നൗണല്ല, സർവനാമമാണ്. നമ്മൾ, വി, 2 പ്രാവശ്യം പറഞ്ഞത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ. ഈ നമ്മൾ എന്നൊരു ഭാവം മനുഷ്യൻ എവിടെയാണോ ആരംഭിക്കുന്നത് അവിടെ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു സ്നേഹവും മനുഷ്യർ തമ്മിലുണ്ടാകുന്ന അഗാധമായൊരു ഐക്യമുണ്ട്. ആ ഐക്യം ശരിക്കും ഇവിടെ കാണുന്നുണ്ട്. മനുഷ്യർക്കിടയിലുള്ള എല്ലാ നിറവ്യത്യാസങ്ങളെയും, മനുഷ്യർക്കിടയിലുള്ള എല്ലാ വിശ്വാസ വ്യത്യാസങ്ങളെയും ഇങ്ങനെ സ്നേഹത്തോടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അതാണ് ഈ ലോകത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. നമ്മൾ 2 ആളുകളെ ഹോട്ടലിൽ ചെന്നിട്ട് ഒരാൾ പറയും 2 ചായ. അപ്പോൾ മറ്റേ പറയില്ല, ഞാൻ ചായ കുടിക്കൂല, ഞാൻ കാപ്പിയാണ് കുടിക്കുക. ആണോ? എന്നാ 1 ചായ 1 കാപ്പി. ഒരാൾ ചായയും കുടിക്കും, മറ്റേ കാപ്പിയും കുടിക്കും. യാതൊരു വഴക്കുമില്ല. ഞാൻ കുടിക്കണ ചായ നിനക്കെന്താ കുടിച്ചാൽ നമ്മൾ ചോദിക്കൂല. അത് എന്തേ നിനക്ക് കാപ്പി കുടിച്ചാൽ അയാൾ ചോദിക്കൂല. കാരണം നമുക്കറിയാം ഓരോ ആളുകൾക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ എന്നൊക്കെ പറയും. അതൊക്കെ ഓരോ ആളുകൾക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. വളരെ സന്തോഷത്തോടെ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഈ 2 ആളുകൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്നത് എങ്ങോട്ടായിരിക്കും? 2 ഓഫീസിലേക്കായിരിക്കും. അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ. ആ ഓഫീസിലെത്തിയതിനു ശേഷം ഇവരാരായി? ഇവർ ശത്രുക്കളായി. മറ്റേയാളെ ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ. ഹോട്ടലിനകത്ത് ഹോട്ടലിനകത്തിരിക്കുമ്പോൾ അവർക്ക് വ്യത്യാസങ്ങളിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചായയുടെയും കാപ്പിയുടെയും കാര്യത്തിലുള്ള വ്യത്യാസം അവർ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഇതേ ആളുകൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരവരുടെ ഓഫീസുകളിലേക്ക് എത്തുമ്പോൾ പരസ്പരം ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിനി ആവശ്യം ആരാധനാലയങ്ങളെക്കാളും ഓഫീസുകളെക്കാളും ഹോട്ടലുകളാണ് ആവശ്യം. മനുഷ്യർക്കിടയിൽ ഇങ്ങനെ വഴക്കും മനുഷ്യർക്കിടയിലുള്ള അകൽച്ചയും ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളെക്കാൾ നമുക്ക് ആവശ്യമുള്ളത് മനുഷ്യരിങ്ങനെ ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ചു ചിരിക്കുകയും ഒന്നിച്ചു ശ്വസിക്കുകയും ഒന്നിച്ചു കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങൾ അത്രമേൽ ആവശ്യമുള്ളൊരു കാലമാണ്. എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കൈയടിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ, എല്ലാവരും ഒരുമിച്ചിരുന്ന് പത്രം വായിക്കുകയും മാസിക വായിക്കുകയും ചെയ്യുന്ന നമ്മുടെ വായനശാലകൾ, അതൊക്കെ കുറഞ്ഞുപോയി. വായനശാലകളൊന്നും കാണാനില്ല. ആരാധനാലയങ്ങൾ പെരുകുകയും ചെയ്തു, ഓഫീസുകൾ പെരുകുകയും ചെയ്തു.